സീറത്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ಅವರ ಜೀವನ ಚರಿತ್ರತ್ತು 40ನೇ ಕ್ಲಾಸ್ ಐತಿಕ್ರು ನಂಗೆ ಇಂಡೂടെ ಒಟ್ಟಿಗೆ ಇದೆ. ಲಾಸ್ಟ್ ಕ್ಲಾಸ್ ಅಲ್ಲಿ ನಂಗೆ ಚೊಂದು വെച്ച ವಿಷಯ ಅಬೂ ಸುಫಿಯಾನ್ റളിയല്ലാഹു അൻഹു അയാളുടെ നേതൃത്വത്തിൽ ഷാമിൽ നിന്ന് ബണ്ട കച്ചവട സംഘത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിമാരും പിടിക്കുക പോയപ്പ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു ಬೇರೆ തെരലു രക്ഷപ്പെട്ടിട്ട് മക്ക മുശ്രിക്കുമാർക്ക് വിഷയ അറിയിപ്പാട്ടിട്ട് മക്ക മുശ്രിക്കുമാർ യുദ്ധത്തിന് വേണ്ടി റെഡിയായതും അതിനനുസരിച്ചിട്ട് മുസ്ലിമീങ്ങൾക്ക് അതിനെ വിഷയിക്കിട്ടിട്ട് മുസ്ലിമീങ്ങും യുദ്ധത്തിന് വേണ്ടിയിട്ട് റെഡിയായിട്ട് അവിടെ പുറത്തായതുമായ കുറേ സംഭവത്തിക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കി വെച്ചു. അങ്ങനെ മുസ്ലിമീങ്ങ ബദർ ചൊല്ലുற ജാഗക്ക് ഫസ്റ്റ് അങ്ങയിട്ടിക്കാറ് എത്ര, അതായത് രണ്ട് സൈഡും മക്ക മുശ്രിക്കുമാർ മക്കത്തെ പുറത്തവിടാറ് ഊടെ ഇങ്ക് വിഷയിക്കിട്ടിട്ട് ഇങ്ങ പാതിത്യറിൽ എന്താക്കറ് യുദ്ധത്തിന് വേണ്ടി റെഡി ആവറ്. അങ്ങ മദീനത്തെ പുറത്താകുമ്പോഴത്തേക്കു യുദ്ധത്തിന് വേണ്ടി റെഡിയായങ്ങല്ല. പാതിത്യറുള്ളൂ അബൂ സുഫിയാൻറെ കച്ചവട സംഘ ബച്ചവായിട്ട് പൊയിരിട്ട് വിഷയിക്കിട്ടിട്ട് മക്ക മുശ്രിക്കുമാർ യുദ്ധത്തിന് വന്നുള്ളാറിട്ട് വിഷയിക്കിട്ടിയാൽ പിന്നെ തിക്കറ് അങ്ങനെ മുഷാവറെല്ലാം എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുദ്ധത്തിന് വേണ്ടി റെഡിയാവറ്. അങ്ങനെ രണ്ട് വിഭാഗ ആൾമാർ അപ്പുറത്തും ഇപ്പുറത്തും വന്നിട്ട് ബദർ ചൊല്ലുടെ ജാഗക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങൈത്തിക്കാറ് ഫസ്റ്റ് ബന്നെത്ര അവിടെ അണ്ട് ബന്നെത്തുമ്പത്തുകു നാലേത് റമലാൻ തിങ്കളുടെ 16ാമത്തെ നാൾ. റമലാൻ തിങ്കളിലെ 16ാമത്തെ നാൾ രണ്ട് ഒരു അസർ ടൈം ആകുമ്പത്തുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങ അവിടേക്ക് ബന്നെത്തിയാർ. അങ്ങനെ എൻ്റെ കൂടെ ദയിക്ക നാലക്ക് ഞങ്ങൾക്ക് യാത്ര കണ്ടിന്യൂ ആക്കാ ചൊല്ലുടെ രൂപത്തിലെത്തിക്കറങ്ങ അവിടെ ദയിക്കരേ അങ്ങ് പിടില്ല. എവിടുള്ളാറുണ്ട് മുശ്രിക്കുമാർ എവിടുള്ളാറുണ്ട് അങ്ങ് പിടില്ല, ഏത് ജാഗിലുള്ളാറുണ്ട് പിടില്ല. അപ്പൊ നാലക്ക് യാത്ര കണ്ടിന്യൂ ആക്കാ ചൊല്ലുടെ രൂപത്തിലെത്തിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിറങ്ങും ബദർ ചൊല്ലുടെ ജാഗല് അവിടെ ദയിക്കര്. അങ്ങനെ അവിടെ പരിശോധിക്കാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റായ ആ ജാഗല്ല പരിശോധിച്ചിട്ട് അവിടെ പിന്നെ ഒരു ജാഗ കാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന ജാഗല് ടെന്റ് ഇടാ ചൊന്നപ്പ അവിടെ എന്താ ഹുബാബ് ഇബ്നു മുൻദിർ അൽ ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു അയാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ കേക്കറ്, യാ റസൂലല്ലാഹ് അബി വഹി ഫഅൽത ഔ ബിറഅയിക്, നബിയെ ഇത് വഹീര മുഖാന്തര നിങ്ങ ഈ ജാഗല് ടെന്റ് ഇടക ചൊല്ലുറമ അതല്ല നിങ്ങളെ അഭിപ്രായത്തിൽ നിങ്ങ ഇത് ചൊല്ലുറമ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു, ബിറഅയി യാ ഹുബാബ്, ഹുബാബ് അത് നന്റെ അഭിപ്രായത്തിൽ എത്തിക്കറ നാനിത് ഈ ജാഗ സെലക്ട് ആക്കറേ. അപ്പൊ ഹുബാബ് റളിയല്ലാഹു അൻഹു ചൊല്ലു, അങ്ങനെ ഉണ്ടായെങ്കിൽ നക്കൊരു നിർദ്ദേശം ഉണ്ട് നബിയെ, ഇതിനെ കാണാൻ നല്ലൊരു ജാഗ അത് ഇട്ടിക്കറ്. അതായത് ഒരു ജാഗ കാട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജാഗ കാട്ടിട്ട് ഹുബാബ് ഇബ്നു മുൻദിർ റളിയല്ലാഹു അൻഹു എന്താക്കറ് ആ നല്ല ഒരു ജാഗ എന്താക്കറ് ഉള്ളതിൽ വെച്ചിട്ട് നല്ല ജാഗ ഞങ്ങളുടെ ദയിക്കാ ചൊന്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിಗೆ നിർദ്ദേശിക്കറ്. അങ്ങനെ ഹുബാബ് റളിയല്ലാഹു അൻഹുടെ അഭിപ്രായ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ജാഗ സെലക്ട് ആക്കറ്, ആ ജാഗയിലെത്തിക്കറ് അങ്ങവിടെ ടെന്റ് ഇടറ്. ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കൂല്ലേ ഒരു വിഷയം എന്തര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ലീഡറായിട്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നേതാവായിട്ടും അനുയായിമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്തു എന്ന് ചൊല്ലത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധ്യമാവും. ബദർ യുദ്ധ സ്റ്റാർട്ടിങ്ങിൽ അവിടെ യുദ്ധത്തിന് റെഡിയാവണം ചൊന്നപ്പോ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മുഷാവറ കൂടിയത്. അതേപോലെ ഊടം എന്താക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നന്റെ മേ അധികാരം ചൊന്തല്ല അങ്ങനെ നടന്ന ഒരാളല്ല, അനുയായിമാരുടെ അഭിപ്രായത്തിന് വില കൊടുത്ത ഒരാളായിട്ടിക്കറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലത് ഞങ്ങൾ മനസ്സിലാക്കും. മാത്രമല്ല ഇവിടെ പിന്നൊരു വിഷയം ഞങ്ങൾ മനസ്സിലാക്കൂല, കുറേ ആൾമാർ ഇങ്ങനത്തെ സംഭവം എടുത്തിട്ട് ചൊല്ലാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അഭിപ്രായം ചൊന്നു ഇന്ന് ദീനില് അങ്ങനെ ചൊന്തു കുറേ ആൾമാർ എന്താക്കാറ് വാദിക്കാറ്. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം അഭിപ്രായ ദീന്റെ വിഷയത്തിൽ ചൊന്തില്ല. ಅದಕ್ಕೆ ಎಲ್ಲತ್ತಂಟಿ ದಲೀಲ್ ಐತಿಕ್ಕರು ಕುರಾನ್, ವಮಾ ಯಂತಿಖು ಅನಿಲ್ ಹವಾ ಇನ್ ಹುವ ಇಲ್ಲಾ ವಹ್ಯು ಯೂಹಾ. ನಬಿ ಸಲ್ಲಲ್ಲಾಹು ಅಲೈಹಿ ವಸಲ್ಲಮ പൽക്കബർരെങ്കിൽ സ്വന്തം അഭിപ്രായത്തിലല്ല പൽക്കറേ, അള്ളാഹ് ഒരു വഹീയുടെ അടിസ്ഥാനത്തിൽ എത്തിക്കറ് പൽക്കബർരെ. പിന്നെ ഊടെന്തരേ ഇത് ഒന്നാമത്തേത് ദീന്റെ വിഷയമല്ല, ദുനിയാവുമാനമായിട്ടുള്ള ഒരു വിഷയം ഇട്ടിക്കറ്. രണ്ടാമത്തേത് ഈ ഹദീസ്, അതായത് ഇപ്പൊ നാ ചൊന്ന ഈ ഒരു സംഭവം ഈ എല്ലാ ഹദീസിലും ചെറിയ ചെറിയ ദുഅഫുണ്ട്, ചെറിയ ചെറിയ ദഈഫുണ്ട്. സഹിയായി വന്ന ഒരു ഹദീസ് അല്ല ഇത്. അപ്പൊ ഇത് നമുക്ക് ചരിത്രമായിട്ട് എടുക്കാം. ഉലമാക്കന്മാർ ഇതിനെന്താക്കാറ് ചരിത്രമായിട്ട് ചൊല്ലാറ്.
മാത്രം ഇതിലൊരു ഹുക്കുമ് നമുക്ക് എടുക്കുകയില്ല. ഇസ്ലാമിൽ ഒരു ഹുക്കും ഹലാല് ഹറാമ് വാജിബ് ഇങ്ങനത്തെ ഹുക്കുമ് നമുക്ക് എന്താക്കുകയില്ല. ഇങ്ങനെ ചെറിയ ചെറിയ ദഈഫായ ഹദീസിൽ ആ ഹദീസിൽ ചെറിയ ദഅഫിനെങ്കും ഹുക്കുമായിട്ട് നമുക്ക് ദീനിൽ എന്താക്കുകയില്ല എടുക്കുകയില്ല. മാത്രമാ ഒരു സംഭവമായിട്ട് ചരിത്രമായിട്ട് നമുക്ക് എന്താക്ക ചെമ്മ റിപ്പോർട്ട് വന്നത് അതിലെല്ലാത്തിലും ചെറിയ ചെറിയ ദഈഫുണ്ട് ദുഅഫുണ്ട് അങ്ങനെ ഉണ്ടായെങ്കിൽ അതൊരു ചരിത്രമായിട്ട് നമുക്ക് സ്വീകരിക്കാണ്ട് കുറെ ഉലമാക്കന്മാരെ അഭിപ്രായമായിട്ട് നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ അതേറ്റിക്കർ ആ വിഷയത്തില് ഞങ്ങൾ മനസ്സിലാക്കുമല്ലേ. മാത്രല്ല ഹുബാബ് റളിയല്ലാഹു അൻഹു എന്താക്കുന്നത് നബിയൊട്ടിಗೆ പ്രത്യേകമായിട്ട് കേൾക്കരുത്. നിങ്ങൾ ഇത് അള്ളാഹുവിന്റെ വഹീയുടെ അടിസ്ഥാനത്തിലല്ല നിങ്ങളുടെ അഭിപ്രായമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിപ്രായം നന്റെ അഭിപ്രായം ചൊന്നയിൽ പിന്നെ തിക്കറ് എന്താക്കറ് സഹാബിയത്തുള്ള ആ ഹുബാബ് റളിയല്ലാഹു അൻഹു അങ്ങനെ ഉണ്ടായി ഇങ്ങനെ ചൊന്നു. അപ്പൊ അള്ളാഹുടെ വഹീ ഉണ്ടായെങ്കിൽ പിന്നെന്തും ഉണ്ടലാണ്. അപ്പൊ അള്ളാഹുടെ വഹീയുടെ അടിസ്ഥാനത്തില് മാത്രമായിട്ട് ദീന്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൽക്ക പറഞ്ഞ വിഷയം ഞങ്ങളോട് മനസ്സിലാക്കും. അങ്ങനെ മുശ്രിക്കുമാര് അതേ ടൈമിൽ റമദാൻ പോണാറണ്ടേ എവിടേക്ക് ಬಂದಿರ್ತಾರೆ ಬದ್ರ್ ಚೊಳ್ಳೆ ಜಾಗೆಗೆ ಜಾವಾಂಬತ್ತುಗ ಬಂದಿರ್ತಾರ. ಹಂಗ ಬಂದೆತ್ತೊಂಬತ್ತುಗು ಅಂದ್ರೆ ಸೂರ್ಯಾಸ್ತಮೈಟಿಕ್ರು ಜಾವೈತಿಕ್ರು ಹಂಗ ಒಂದಾಕ್ರ ರೌಡರು ತನ್ನಿರ ಜಾಗೆಲ್ಲ ಕಾಂಡಂಕ್ അങ്ങനെ തന്നിര ജാഗ കണ്ട സഭയിൽ ഇട്ടിക്കർ അങ്ങനെന്താക്കർ അവിടെ ഊടതങ്ങ ടെന്റ് ഇട്ട് ദയിക്കാച്ചൊന്തു അങ്ങനെ തീരുമാനാക്കിയിട്ട് അപ്പുറത്ത് മുഷ്രിക്കുമാർ എന്താക്കാറ് അവിടെ ടെന്റ് ഇട്ട് ദയിക്കാറ്. അങ്ങനെ ഇപ്പുറത്ത് മുസ്ലിമീങ്ങ അൽ ഉദ്വത്തു ദുനിയ ചൊല്ലേ വാലി അതൊരു വാലി ಐತಿಂತ ಅಲ್ ಉದ್ವತು ದುನಿಯಾ ಆ ವ್ಯಾಲಿಯ പേര്. അപ്പൊ അവിടെ ഇത്തിക്കർ മുസ്ലിമീങ്ങ ദച്ചരി ഇപ്പുറത്ത് അൽ ഉദ്വത്തുൽ ഖുസ്വ മുശ്രിക്കുമാറുള്ള ജാഗ ഈ രണ്ട് ജാഗ ഇതിൽ പരസ്പര ഇപ്പുറത്ത് മുസ്ലിമീങ്ങ ഉള്ള ചൊല്றது മുശ്രിക്കുമാർക്ക് പിടില്ല, മുശ്രിക്കുമാർ ഇപ്പുറത്ത് ഉള്ളവർ ചൊല്றது മുസ്ലിമീങ്ങൾക്ക് പിടില്ല. അങ്ങ് പിടിയാറപ്പ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു പൽക്കത്തിൽ കാണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചൊല്றது നമുക്ക് പരസ്പര പിടില്ല ಅಂತ അപ്പുറത്ത് ഉള്ളാറുണ്ട്. നമുക്ക് പിടിയായപ്പ ആ തന്നിക്ക് ഇപ്പുറത്തങ്ങ മുസ്ലിമീങ്ങ ആ തന്നി എടുക്കുകയിട്ട് പോയപ്പ അതേപോലെ അപ്പുറത്തെ മുശ്രിക്കുമാറും കുറെ ആൾമാർ ഇപ്പുറത്ത് തന്നി എടുക്കുക വന്നപ്പ ഇട്ടിക്കറ് പരസ്പരം എന്താ ആ അപ്പുറത്ത് മുശ്രിക്കറങ്ങ ഉള്ളാറ് എത്തിരാറ് ചൊല്ற വിഷയ പിടിയവരെ. അതേപോലെ മുസ്ലിമീങ്ങ ഇപ്പുറത്ത് ഉള്ളാറ് ചൊല്ற വിഷയ അപ്പ ഇത്തിക്കറങ്ങ് പിടിയവരെ. അതൈത്തിക്കറ് സൂറത്തു അൻഫാൽ 42 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് കാണ്ട് ಅಂದ್ರೆ ഇദ് അൻതും ബിൽ ഉദ്വത്തി ദുനിയ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ ഇദ് അൻതും ബിൽ ഉദ്വത്തി ദുനിയ നിങ്ങ ഉദ്വത്തു ദുനിയയിൽ ഇന്ന സന്ദർഭ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റൊട്ടിയും സഹാബിരങ്ങളൊട്ടിയും ചൊല്றது. അതേപോലെ വഹും ബിൽ ഉദ്വത്തിൽ ഖുസ്വ അങ്ങ ഉദ്വത്തുൽ ഖുസ്വ ചൊല്ല ജാഗിൽ ഇന്ന സന്ദർഭ വറക്ബു അസ്ഫല മിൻകും ഒരു യാത്ര സംഘ നിങ്ങളെ കാണ ദൂരെ പോയ സന്ദർഭ. ഈ യാത്ര സംഘ ഏതൊരു വിഷയം ചൊല്ലേ അബു സുഫിയാന്റെ യാത്ര സംഘ വിഷയത്തിൽ അല്ലാഹു ചൊല്ലേ. യാത്ര സംഘ എവിടെ പോയോണ്ടുണ്ട് കടലിലെ സൈഡിലായിട്ട് ബാരമെത്തിയുള്ളൂ ആയത്ര വേഗ മക്കത്തേക്ക് സഞ്ചരിച്ചുകൊണ്ടു. അപ്പൊ ഇപ്പുറത്തങ്ങളുടെ അപ്പുറത്ത് പിടില്ല അപ്പുറത്തങ്ങൾക്ക് ഇപ്പുറത്തങ്ങൾ പിടില്ല യാത്ര സംഘത്തങ്ങള് എനിക്ക് ജണ്ടാൽക്കും പിടില്ല. ഇങ്ങ മക്ക മുശ്രിക്കുമാർ വിചാരിച്ചതെന്തേ ഈ യാത്ര സംഘം ഞങ്ങൾട്ടിക്ക് വന്ന് കൂടുന്നുണ്ട്. അബു സുഫിയാന്റെ യാത്ര സംഘ വന്ന് ഞങ്ങളൊട്ടിക്ക് സേരിട്ട് ഞങ്ങൾക്ക് യുദ്ധത്തിക്ക് സപ്പോർട്ട് ആക്കാൻ ഐറ്റിക്കറാറും ചൈത്തിക്കറ് അബൂജഹലും അതേപോലെ ശത്രുമാറും വിചാരിച്ചേ. മാത്രം അങ്ങ് എവിടുള്ളാരെ ചൊല്றது എനിക്ക് പിടില്ല. അങ്ങ് എത്രമാ ദൂരെ വീഴാറ് അതേറ്റിക്കർ അല്ലാഹു ചൊല്ലും വറക്ബു അസ്ഫല മിൻകും നിങ്ങളെ കാണാൻ എത്രമാ ദൂരത്തിലുള്ളാറ് ആ യാത്ര സംഘ ആയെങ്ക അല്ലാഹു ചൊല്ലും അവിടെ പിന്നൊരു പൽക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലും വലൗ തവഅത്തും ലഖ്തലഫ്തും ഫിൽ മീആദ് നിങ്ങ മീത്തി ഇതൊരു പ്ലാൻ ആക്കിയിട്ട് ബന്ദിരണ്ടായെങ്കിൽ ഇതെന്താവാത്ത് നിങ്ങ ഇതിൽ നിന്ന് പെറു തിരിയാത്താർ ഇതിൽ നിന്ന് പെറു ജാറാത്താർ. അല്ലാഹു ചൊല്ലും ഈ യുദ്ധം എത്തി ഒരു പ്ലാൻഡ് രൂപത്തിൽ ഇതാ ഇത്തരാൾ നിങ്ങ അതേപോലെ ഇന്ന ജാഗയ്ക്ക് നിങ്ങൾ ബന്നെത്തണു ഇന്ന ജാഗയിൽ യുദ്ധം നടക്കണം ചൊന്ത ഒരു പ്ലാൻഡ് രൂപത്തിൽ നിങ്ങൾ ബണ്ടാറുണ്ടായെങ്കിൽ നിങ്ങ പെറു ജാറാത്താർ നിങ്ങ ആ യുദ്ധ ആക്കലാന്ത് വലാക്കിൻ ആയെങ്ക ലിയഖ്ലി അല്ലാഹു അംറൻ കാന മഫ്ഊല അല്ലാഹു സുബ്ഹാനഹു വ തആല തീർമാനാക്കിയ ഒരു വിഷയം അവിടെ നടക്കുനിന്ത അല്ലാഹുവിന്റെ ഖളാ അവിടെ നടക്കുനിന്ത് അത് കൈത്തിക്കർ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു യുദ്ധ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കിയെടുക്കേ. മദീനത്തെ മുസ്ലിമീങ്ങ കച്ചവട സംഘത്തെ പിടിക്കുകയിട്ട് വന്നങ്ങ പാതിത്തേർലു യുദ്ധത്തുക അവിടെ തിരിരേ അല്ലേ. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു തീർമാനം തിന്ത് ചൊന്തൈത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് പഠിപ്പാട്ട് ലിയഹ്ലിക മൻ ഹലക അൻ ബയ്യിന
ഹലാക്കാവുറങ്ങ സ്പഷ്ടമായിട്ട് ഹലാക്കാവുകയും വയഹ്യാമൻ ഹയ്യാം ബയ്യന ജീവിക്കനായങ്ങ സ്പഷ്ടമായിട്ട് ജീവിക്കുക വേണ്ടിയിട്ട് തിക്കറ് അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനത്തെ ഒരു തീരുമാനം എടുക്കറേ ചൊന്തു സൂറത്തു അൻഫാലിന്റെ 42 ആയത്തില് ആ ഒരു വിഷയം നമുക്ക് വിശദീകരിച്ച് തന്നത് കാണാൻ സാധ്യം. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊറിയ സഹാബിരങ്ങളെ കൂട്ടിയ പോയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றோம் ഇന്ന ജാഗിൽ ഇന്നാലും മരിക്കരും അണ്ട് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മുഅ്ജിസத்தை തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു മുഅ്ജിസத்தை തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം சொல்றே ഹാദാ മസ്റഉ ഫുലാൻ ഹാദാ മസ്റഉ ഫുലാൻ ഇന്നാല് ഇന്ന ജാഗിൽ മരിക്കരും ഇന്നാല് ഇന്ന ജാഗിൽ മരിക്കരും ഇന്ന ജാഗിൽ മരിക്കരും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൈ ഞൽത്തുക്ക് വെച്ചിട്ട് ഇന്ന ജാഗിൽ മരിക്കരണ്ടേ തിക്കറ് അണ്ട് സഹാബിരങ്ങൾക്ക് ചൊന്നു കൊടുക്കറ്. അതിൽ പിന്നെ സഹാബിരങ്ങ ചൊല്றாரு അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു ജാഗിൽ കൈ വെച്ചിട്ട് ഇന്നാല് ഇന്ന ജാഗിൽ മരിക്കരെന്ന് ചൊന്നറാ. ബദ്ർ യുദ്ധയിൽ പിന്നെ ഞങ്ങ പരിശോധിച്ചു നോക്കുമ്പോ എല്ലാരും നബി അതേ ചൊന്ന ജാഗിൽ എങ്ങനത്തെ ജാഗിൽ മരിക്കണു ചൊന്തു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊന്നറാ. അതേ ജാഗിലെ തിക്കറാങ്ങ മരിച്ചു പോകുന്നരേ ചൊന്തു സഹാബിരങ്ങ ചൊല്றது ഹദീസിൽ നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടി കൊടുത്തതായി ഒരു മുഅ്ജിസத்தை തിക്റ് ചൊല്ലതും ഞങ്ങൾ മനസ്സിലാക്കണായി ഒരു കാര്യത്തിക്ക്. അങ്ങനെ ഖുറൈശിമാർ അബൂജഹലും അതേപോലെ ഒത്തുബത്ത് ഷൈബത്ത് ഇങ്ങനത്തെ ബലെ അങ്ങ് ശത്രുമാർ ആ ജാഗിൽ ടെന്റ് ഇട്ടിട്ട് അങ്ങ് ഒരു ബിന്ദാസിൽ ഒരു പേടില്ലാണ്ടെ അഹങ്കാരത്തിലും കിബിറിലും അഹംഭാവത്തിലും കല്ലു കുടിച്ചോണ്ടും ഡാൻസ് ആക്കിയ പെൺമക്കൾക്ക് എൻകറേജ് ആക്കിയിട്ടും അതേപോലെ പാട്ട് പാടിയിട്ട് അങ്ങനെ ഒരു ലാവിഷായിട്ട് അങ്കതൊരു പേടിയല്ല ചൊന്ത രൂപത്തില് അങ്ങെന്താക്കിന്നാറ് അണ്ടത്തെ ജാവ് അവിടെ കഴിഞ്ഞുകൂട്ടിന്നാർ. മാത്രമാ ഇപ്പുറത്ത് മുസ്ലിമീങ്ങ അപ്പുറത്ത് ശത്രുങ്ങ എത്തിരാറ് ചൊന്ത് വിഷയം കിട്ടിയാൽ പിന്നെ ഇങ്ക് പേടി സ്റ്റാർട്ട് ആവും. മുസ്ലിമീങ്ങളെ കൊറിയ മുസ്ലിമീങ്ങളെ മനസ്സിക്ക് പേടി സ്റ്റാർട്ട് ആയിട്ട് എനിക്ക് ബേജാറ് സ്റ്റാർട്ട് ആയിട്ട് എന്റെ പേടി സ്റ്റാർട്ട് ആകൂല. കാരണം എന്താ മുസ്ലിമീങ്ങളെ കൊറിയ ആൾമാർ അങ്ങ് യുദ്ധാക്കിട്ടേ പരിചയം ഇല്ല. ജീവമാനത്തിൽ ഇത്രത്തോളം അങ്ങ് യുദ്ധാക്കിട്ടേ ഇല്ല. ആ യുദ്ധാക്കാത്തങ്ങ ജീവനത്തിൽ ഫസ്റ്റ് ആയിട്ടിക്കുന്ന നാല് യുദ്ധാക്കു പോണ്ടേ. മാത്രമല്ല ഇങ്ങളെ കാണിട്ട് ജണ്ടിരട്ടി യാറുമില്ല ശത്രുമാർ അപ്പുറത്ത് 1000 ചില്ലറ ആൾമാറായിട്ടിക്കുന്ന ശത്രുമാറുള്ളേ. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ടെൻഷനിലും ഒരു ബേജാറിലും അതേപോലെ ഒരു പേടിയിലേറ്റിക്കറ് മുസ്ലിമീങ്ങ അങ്ങനെ ടെൻറ്റിൽ കഴിഞ്ഞുകൂടിയോ ഉള്ളേ. അല്ല ഇതിപ്പോ സാധാരണ ഞങ്ങളുടെ ജീവനത്തിൽ സംഭവിക്കരുതായിത്തിക്കറ്. നാളെ എന്റെ ഒരു സംഭവം നടക്കോ കൊണ്ടിട്ടായെങ്കിൽ അണ്ടത്തെ ജാവു ഞങ്ങൾ പേടിച്ചിട്ടിക്കറ അണ്ട് വർക്ക് വണ്ടില്ല ജാവുകു അല്ലെ വർക്ക് വർക്കും സമയത്ത് സാധിക്കില്ല. നാളിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു ഇന്റർവ്യൂ ഉണ്ട് ആരെയും ചെന്നെങ്കിൽ പിന്നെ അണ്ട് ടെൻഷൻ ആയിട്ട് ഇതാക്കാറ്. കുറെ സ്റ്റുഡൻസുമാരുടെ അവസ്ഥ എന്താ എക്സാം നാളെ ഫൈനൽ എക്സാം ഉണ്ട് ചെന്നെങ്കിൽ പിന്നെ അണ്ട് വർക്കെല്ലാം വിട്ടിട്ടു എത്ര സ്റ്റുഡൻസുമാർ പഠിക്കുന്നതെല്ലാം. അപ്പൊ വർക്ക് പിടിക്കില്ല. മാത്രമാ അണ്ടത്തെ ജാവുക അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക് വർക്ക് ഇട്ട് കൊടുത്താ ചൊല്றது അല്ലാഹു സുബ്ഹാനഹു തആല അതൊരു നിഅമത്തായിട്ട് എടുത്തു ചൊല്றது സൂറത്തുൽ അൻഫാലിൽ നമുക്ക് കാണാൻ സാധ്യം. അതെ അല്ലാഹു അണ്ടത്തെ ജാവ് ആ പേടിക്കരെ ആ ഭയപ്പാടില്ലേ ആ ബേജാറിന്റെ ടൈമിലും മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല വർക്ക് ഇട്ട് കൊടുത്താ. ഇദ് യുഗശ്ശീകുമുൻ നുആസ അമനതം മിൻഹു സൂറത്ത് അൻഫാലിലെ 3 ആയത്തിൽ അല്ലാഹു ചൊല്றது ഇദ് യുഗശ്ശീകുമുൻ നുആസ. നുആസ് ചൊന്നെങ്കിൽ ചെറിയ ഒരു വർക്ക് തലക്ക് ബാധിക്കരുതായ വർക്ക്. ഇപ്പൊ സാധാരണ ഉച്ച ടൈമിലുള്ള ജോറ് വർക്ക് വന്നെങ്കിൽ ഒരു 10 മിനിറ്റ് വർക്ക് കിട്ടിയമ്മ പിന്നെന്താ ഒരു ഉന്മേഷം ഒരു എനർജി കിട്ടും. അതിട്ടിക്കറ് നുആസ് ചെറിയ വർക്ക്. ആ നുആസ് അല്ലാഹു സുബ്ഹാനഹു തആല മുസ്ലിമീങ്ങൾക്ക് ഇട്ടുകൊടുത്ത അമനതം മിൻഹു അതൊരു നിർഭയത്വമായിട്ട് അതൊരു സമാധാനമായിട്ട് മുസ്ലിമീങ്ങൾക്ക് പിറ്റാണ്ട് നടക്കുക പോകേണ്ടതായ യുദ്ധത്തിക്ക് ഊർജ കിട്ടകും ഉന്മേഷ കിട്ടകും അല്ലാഹു സുബ്ഹാനഹു തആല അണ്ടത്തെ ജാവുകും അവന്റെ ബഗയായിട്ട് അതായിട്ട് അവന്റെ ബഗയായിട്ട് മിൻഹു അള്ളാഹുടെ ബഗയായിട്ട് അള്ളാഹു എന്താക്കിയ വർക്ക് ഇട്ട് കൊടുത്താ ചൊന്തൈത്തിക്കറ് അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ற. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഒരു പൽക്കത്തിൽ കാണ്ട് അന്നുആസു ഫിൽ ഖിതാലി അമനതും മിനല്ലാഹ് വഫിസ് സ്വലാത്തി മിനശ് ശൈത്വാൻ. അന്നുആസു ഫിൽ ഖിതാലി അമനതും മിനല്ലാഹ്. യുദ്ധത്തെ സന്ദർഭത്തിൽ നുആസ് പിടിക്കരുത്. അതായത്
വർക്ക് പിടിക്കരുത്. അത് അള്ളാഹുവിൽ നിന്നുള്ള സമാധാനം ഞാമത്തുമായിട്ടിക്കത്. അതിന്റെ വഫിസ്വല നിസ്കാരത്തില് മിനശ്ശൈത്താൻ, അത് ഷൈത്താനിൽ നിന്ന് എത്തിക്കും. അല്ലെ, നല്ല നല്ല കാര്യാക്കുമ്പോ, ഖുർആൻ ഓതുമ്പോ, നിസ്കരിക്കുമ്പോ വർക്ക് പണ്ടുണ്ടായെങ്കിൽ അത് ഷൈത്താന്റെ ഭാഗത്തിൽ നിന്ന് എത്തിക്കും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിസ്കരിക്കുമ്പോൾ ഞങ്ങൾ എന്താക്കണോ, നല്ല ശ്രദ്ധയില് നിസ്കരിക്കണം. അശ്രദ്ധമായിട്ടുള്ള നിസ്കാര ഞങ്ങളിൽ നിന്നുണ്ടാവൂ തീരാം. അങ്ങനെ മുസ്ലിമീങ്ങ ಎಲ್ಲಾರು അങ്ങനെ ಟೆಂಟ್ರ ಉಲ್ಗ ವರ್ಗಿ ತಿಕ್ರಾರು ಅಂಕ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ವರ್ಕ್ ಬಾಟಿ ಬುಟ್ಟ ಮಾತ್ರಮ ರಸೂಲುಲ್ಲಾಹಿ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അണ്ടത്തെ ജാവു ഫസ്റ്റ് വർങ്ങിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുവാർന്നു ഇന്തുണ്ടൈ തിക്റ് അലി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസിൽ കാണ്ട് അലി റളിയല്ലാഹു അൻഹു ആ വർക്കിനോട് എപ്പമാ ഇങ്ങനെ എഞ്ചു നോക്കിയപ്പ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആകാശത്തേക്ക് കൈവയ്ത്തിട്ട് മുട്ടുകാൽ നിന്നിട്ട് അള്ളാഹുരൊട്ടിಗೆ ದುವಾರ್ನೋ ಉಂಡು. അല്ലാഹുമ്മ അൻജിസ് വഅത്തനി, അല്ലാഹുവേ നിന്റെ വാഗ്ദാനത്തെ നീ നമുക്ക് താറബ്ബെ, നീ ഞങ്ങളൊട്ടിಗೆ വാഗ്ദാന ആക്കിയത് നീ നമുക്ക് ഉണ്ടാക്കി താറബ്ബെ. അല്ലാഹുമ്മ ഇൻ തുഹ്ലിക ഹാദിഹിൽ ഉസാബ, അല്ലാഹുവേ ഈ ചെറിയ സംഘത്തെ നീ മിത്തി നാശാക്കിയെങ്കിൽ ലൻ തുഅബദ ഫിൽ അർളി അബദ, പിന്നെ ഭൂമിയിൽ നിന്റെ മാത്രം വിളിച്ചു ദുആർക്കര ഒരു ഖൗം ഉണ്ടാവാല റബ്ബെ. അല്ലാഹുവേ നീ ഞങ്ങളെ ബച്ചവാക്ക് ചൊന്തുള്ള ആ ഒരു ദുആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബുൽപുട്ട് ദ്വാർന്നു ಇಂತಂಟೈ ತಿಕ್ಕರು നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യമാണ്. അല്ലേ, ആ ജാവുകു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദ്വാർന്നത്. പിന്നെ എപ്പമാ ഒരിടല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമകും എന്തായിട്ട് ആ വർക്ക് ബാധിച്ചിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല വർക്ക് ഇട്ട് കൊടുത്തു. അങ്ങനെ വർക്ക് ഇട്ട് കൊടുത്ത ആ വർക്കിന്റെ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു കിനാവ് കാണുന്നു. അല്ലാഹു സുബ്ഹാനഹു തആല കിനാവ് കാട്ടി കൊടുത്തു. എന്തിനാ കിനാവ്? മക്ക മുശ്രിക്കുമാർ ചമ്മാൽമാർ എന്തും ഇല്ല, അങ്ങ് തെല്ലാലുല്ലേ, അങ്ങ് ബെർലെനിക്കരത്ര തെല്ലാലുല്ലേ ചൊന്ത അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാട്ടി കൊടുത്തു. അതേറ്റിക്ക് സൂറത്തു അൻഫാൽറെ 42ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ചൊല്ലുന്നു, എന്തിരെ ഇത് യുരീകഹുമുല്ലാഹു ഫീ മനാമിക ഖലീല, നബിയെ നിങ്ങള് വർക്കില് അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങൾക്ക് കാട്ടി തന്ന അങ്ങളെ ഖലീല കൊറിയാലായിട്ട് അല്ലാഹു നിങ്ങൾക്ക് അങ്ങനെ കാട്ടി തന്ന വലൗ അറാകഹും കസീറൻ, അങ്ങമീത്തി ചമ്മാലായിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടായെങ്കിൽ ലഫശിൽതും, നിങ്ങൾ എന്താവാത്താറ്, പേടിക്കാത്താർ, വല തനാസഅതും ഫിൽ അംർ, അതേപോലെ ഈ കാര്യത്തിൽ നിന്ന് യുദ്ധത്തിൽ നിന്ന് നിങ്ങൾ പിന്തിരിഞ്ഞു പോവാത്താർ, നിങ്ങൾ എല്ലാവരും പരസ്പര ഭിന്നാഭിപ്രായവത്താർ, കുറെ ആൾമാരെ ഞങ്ങൾ യുദ്ധം വേണ്ടാന്ന് ചൊന്ത അങ്ങ് പെറു പോവാത്താർ ഈ ആൾമാരെ നോക്കിയിട്ട്. അത് കഴിത്തിക്കർ അല്ലാഹു സുബ്ഹാനഹു തആല നിങ്ങളെ കണ്ണുക അങ്ങനെ ഒരു കൊറിയ ആൾമാരാക്കിയിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല കാട്ടി തന്നരെ. വലാകിൻ അല്ലാഹു സല്ലം, അങ്ങ് ചമ്മാലുള്ളാറ് ചൊന്തു അല്ലാഹു കാട്ടിട്ടില്ല എന്ത്, നിങ്ങൾ അല്ലാഹു എന്താക്കി ബച്ചവാക്കി അതിൽ നിന്ന് പെറവ് തിരിയാണ്ടിക്കോകും. അല്ലെ, പിറ്റാണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിനാവ് സാബിരങ്ങളിട്ട് ചൊന്തു നക്കങ്ങളെ കണ്ടെത്തി കിനാവുലു അങ്ങ കൊറിയാൽമാറുല്ലേ. ഇത് കേട്ടിട്ട് പിന്നും സാബിരങ്ക എന്തായിട്ട് ഊർജയാറായി അങ്ങനെ ഉന്മേഷയാറായി. ആ ചമ്മാലെന്തു ഇല്ലല്ലേ ചൊന്തുല്ല ആ ഒരു ഉന്മേഷ അങ്ക ആ ഒരു എനർജി കിട്ടിട്ടു. അതേപോലെ മക്ക മുശ്രിക്കുമാർക്കും മുസ്ലിമീങ്ങളെ തെല്ലാലാക്കിട്ട് തിക്കർ അല്ലാഹു കാട്ടിരി, ചമ്മാലാക്കിട്ട് അല്ലാഹു ഫസ്റ്റ് എന്താക്കിട്ടില്ല കാട്ടിട്ടില്ല. എന്ത് ഈ യുദ്ധം നടക്കണു ഫസ്റ്റിಗೆ അല്ലാഹു സുബ്ഹാനഹു തആല ചമ്മാലാക്കി കാട്ടിരെങ്കിൽ അങ്ങും പെറു തിരിഞ്ഞു ഓടാത്താർ, അങ്കും ഈ യുദ്ധത്തിൽ അങ്ങ് എന്താക്കളന്ത് പാർട്ടിസിപ്പേറ്റ് ആക്കലാം. അത് കഴിഞ്ഞിട്ട് അല്ലാഹു മക്ക മുശ്രിക്കുമാർക്കും മുസ്ലിമീങ്ങളെ വിഷയത്തിൽ എന്താക്കിരെ തെല്ലാക്കിട്ടെ കാട്ടി കൊടുത്തു. അതേ തിക്കർ പിന്നത്തെ ആയത്തിൽ അല്ലാഹു ചൊല്ലു വഇദ് യുരീകുമുഹും ഇദിൽ തഖൈതും ഫീ അഅയുനികും ഖലീല, നിങ്ങൾ പരസ്പര കണ്ടുമുട്ടിയപ്പ നിങ്ങളെ കണ്ണില് അങ്ങ് കൊറിയാൽമാറായിട്ട് കണ്ടാറ്. വയുഖല്ലിലുകും ഫീ അഅയുനിഹിം, അങ്ങനെ കണ്ണുകും നിങ്ങളെ കൊറിയാൽമാറാക്കിയിട്ട് നാ കാട്ടി കൊടുത്ത. അല്ലേ, ലിയഖ്ലി അല്ലാഹു അംറൻ കാന മഫ്ഊല, അല്ലാഹു സുബ്ഹാനഹു തആല തീർമാനാക്കിയ വിഷയം നടക്കുക വേണ്ടിയിട്ടേത്തിക്കുന്നത്. അപ്പൊ മക്ക മുശ്രിക്കുമാരെ കണ്ണുകും അല്ലാഹു മുസ്ലിമീങ്ങളെ തെല്ലാലാക്കിയിട്ട് എന്താക്കിയ സ്റ്റാർട്ടിംഗ് തെല്ലാലാക്കിയിട്ട് കാട്ടിക്കൊടുത്ത്. പിന്നെ ഇത്തിക്കറ് യുദ്ധം നടത്തി സ്റ്റാർട്ടായാൽ പിന്നെ ഇത്തിക്കറ് പിന്നെ ഇത് ചെല്ലാലല്ല, ഇത് ഭയങ്കരമുള്ള തങ്ക് എന്തായേ അവിടെ പിടിയാവിടെ. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുമാരുടെ മുഖാന്തരം എന്താക്കി ഹെൽപ്പ് ആക്കിയത് ഇത്തിക്കറ്. അപ്പൊ ഏതായെങ്കിലും എന്തായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ കിനാവുൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തെല്ലാലാക്കി കാട്ടി കൊടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിറ്റാണ്ട് സഹാബിരങ്ക് അത് ചൊന്നപ്പ അങ്കതൊരു ഉന്മേഷയിത്ത് അതൊക്കെ എനർജി ആയിട്ട് ചൊല്ലതേത്തിക്കറ് നാം മനസ്സിലാക്കും. അതേപോലെ അണ്ട് ജാവുകു പിന്നൊരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുത്ത കാല് വർക്ക് മാത്രല്ല, പിന്നെന്തേ പിന്നൊരു നിഅമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇട്ട് കൊടുത്ത. അതെന്തേ ചെറിയ ഒരു മല അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ക് മുസ്ലിമീങ്ങൾക്ക് അല്ലാഹു അവിടുള്ള ആൾമാർക്ക് ഇട്ട് കൊടുത്ത. അത് മുസ്ലിമീങ്ങൾക്ക് അനുഗ്രഹമായിട്ട്
മാത്രമ മുഷ്രിക്കീങ്ങക്ക് അത് ഉപ്പതരാಯ್ತು. ವಿಷಯ ಅಂದ್ರೆ ಚೊಂದೆಂಗಿ ಮುಸ್ಲಿಮೀಂಗ ಟೆಂಟ್ ಇಟ್ಟ ಜಾಗೆಲು ಅಂಗ ನಿಂದಿತ್ತಿನ ಜಾಗೆಲು അവിടെ ഈ പൊയ്യ വൺക്ക് പൊയ്യൽ നടക്കുമ്പോൾ കാല് ഉൽക പോണു അല്ലെ. ചണ്ടി പൊയ്യല ഇത്തിക്കർ തെല്ല് ചണ്ടി ഇക്കൊമ്പ ഇത്തിക്കർ ആ കാല് ഉൽക പോവാണ്ടെ സമ നടക്കുക അവർ. ഇപ്പൊ കടൽ സൈഡുകളെ പോയി നിങ്ങക്ക് പിടി അവർ ഈ സെരബന്ത് ആ ഇങ്ങനെ കീൽ പോയി ആ ജാഗ ചണ്ടിന്ന ജാഗയിൽ നമുക്ക് ചന്ത നടക്കുക അവർ. തെല്ല അപ്പുറ പോയിട്ട് ആ വൺകുള്ള പൊയ്യൽ നടക്കുമ്പോൾ എന്താ അവർക്ക് അങ്ങനെ കാല് ഉൽക പോകുന്നുണ്ട് സമ നടക്കുക അവർ. അപ്പൊ അങ്ങനെ പൊയ്യ വൺകിന്ന ജാഗ തിന്ത് മുസ്ലിമീങ്ങളെ ജാഗ. അതേപോലെ അവിടെ തന്നില്ല ಅಂಕ್ ತನ್ನಿಲ್ಲ ಅಂತ ಕಷ್ಟ ಬಂದಾರ. ಒದುವಾಕುಗು ತನ್ನಿಲ್ಲ, ಕುಡಿಕೋಗು ಸಮೇತ ಸಮത്തിൽ ತನ್ನಿಲ್ಲ. ಅಪ್ಪ ಮುಸ್ಲಿಮಿಂಗಲ ಮನಸ್ಸಿಗೂ ಕೊರಿಯಾಲ್ಮಾರ್ರೆ ಮನಸ್ಸಿಗೆ ಎಂದೈತು ಇದೆಂದೂರ ಅವಸ್ಥೆ ಭಾವ. ഞങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധാക്കുക ബന്ധരെ. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കായിട്ട് ഞങ്ങൾ എതിർലുണ്ട്. ആയെങ്കിലും നമുക്കൊരു ഹെൽപ്പ് കിട്ടിയോ ഇല്ല. ഇതെന്തൊരു ഇതിന് ചൊന്ത് അങ്ങെന്താക്കിന്നാറ് കൊറേ ആൾമാർ മനസ്സിൽ ഷെയ്ത്താൻ ഞങ്ങളെ വസ്വാസിട്ട് കൊടുത്തത് എന്ത്. അങ്ങനെ ഈ ഒരു മല വന്നതോട് കൂടിയിട്ട് എന്തായിട്ട് മുസ്ലിമിങ്ങളെ ജാഗ അവിടെ ചണ്ടിയായിട്ട് ആ ചണ്ടി ചൊന്നെങ്കിൽ ചെറിയ ഒരു ചണ്ടി ആയിത്തിക്കറ് ആ ജാഗ എന്തായിട്ട് അവിടെ ഗട്ടിയായിട്ട് ഈ തന്നെയുള്ള ഒൽകിട്ട് അപ്പുറത്തെ മുഷ്രിക്കീങ്ങളെ ജാഗയ്ക്ക് എന്തായിട്ട് അതൊരു ചേരായിട്ട് അവിടെ ഇടി ಅಂಕ್ ನಡ್ಕುಗ ಆವಾತ പോലെ ಕಾಲು ಬೇಕುಗ ಆವಾತ പോലെ അവിടെ ഇടി ചേരായി പോയിട്ട് അതേ ടിക്കർ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിൽ ചൊല്റേ ഇത് യുഗശീകും നുആസ അമനതൻ മിൻഹു വയുനസ്സിലു അലൈക്കും മിനസ് സമാഇ മാആ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആകാശത്ത് നിങ്ങക്ക് തന്നിരെ ഇറക്കി തന്ന എന്തുക ലിയുതഹിറകും ബിഹി നിങ്ങളെ ശുദ്ധിയാക്കുക അല്ലെ ശുദ്ധിയാക്കുക ഒതുവാക്കുകയും അതേപോലെ വയുദ്ഹിബ അൻകും റിജ്സ ശൈത്താൻ ഷെയ്ത്താൻ ഉണ്ടാക്കി വെച്ച ആ ഒരു മാലിന്യത്തെ നിങ്ങളെ കൽബിൽ നിന്ന് ഇല്ലാണ്ടാക്കുക. ഷെയ്ത്താൻ വസ്വാസാക്കി വെച്ചിര കൊറേ മുസ്ലിമിങ്ങൾ എന്ದ್ರೆ ಇದೊಂದೊರ ಅವಸ್ಥೆ ನಂಗಿങ്ങനെ കഷ്ടപണ്ടിಗೆ ഒരു അവസ്ഥ എന്തിരെ ചൊന്തു ನಂകൂടെ നിക്കുക സമയത്ത് ജാഗ സമില്ലല്ലേ ചൊന്തു അങ്ങനെ ഒരു വസ്വാസ് വന്നത് സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താക്കി അത് ഇല്ലാണ്ടാക്കുക വേണ്ടിയിട്ട് തിക്കറ് ആ തന്നി ആ മല അല്ലാഹു ഇറക്കി തന്നി. മാത്രമല്ല വലിയർബിത അലാ ഖുലൂബിക്കും നിങ്ങളെ കൽബുക ഗട്ടി ആവുക വേണ്ടി നിങ്ങളെ കൽബുക സ്ഥൈര്യം കിട്ടുക നിങ്ങളെ കൽബുക ധൈര്യം കിട്ടുക. അതേപോലെ വയുസബ്ബിത ബിഹിൽ അഖ്ദാം നിങ്ങളെ കാൽപാദ ഗട്ടി നിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മലരെ അനുഗ്രഹമായിട്ട് നിങ്ങൾക്ക് തന്ന ചൊന്ത് അല്ലാഹു എന്താക്കിற ആ അനുഗ്രഹത്തെ എടുത്തു ചൊല്றது നമുക്ക് കാണാൻ സാധ്യം. അപ്പൊ ഇങ്ങനെ ബദ്ർ യുദ്ധം നടക്കലേക്ക് മുതലേ മുസ്ലിമീങ്ങൾക്ക് അണ്ടത്തെ ജാവ് കുറെ അനുഗ്രഹ കിട്ടിയതും അതേപോലെ അള്ളാഹുടെ നിഅമത്ത് കിട്ടിയത് അള്ളാഹു എന്താക്കിற ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ഖുർആനിൽ കാണാൻ സാധ്യം. അങ്ങനെ പിറ്റാണ്ട് സുബൈക്ക് ബദ്ർ യുദ്ധത്തെ പിറ്റാണ്ട് ആ 12 ജാവുക അങ്ങനെ വന്ന് അവിടെ ദച്ചിന്നാറ് പിറ്റാണ്ട് സുബൈ റമദാൻ പോണേൽ 2 സുബൈക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന സഹാബിരങ്ങളെ അസ്സലാ ചൊന്തു നിസ്കാരത്തിക്ക് വേണ്ടിട്ട് വന്തിത് ഒരു നേതാവായി ഒരു ലീഡറായി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായിമാർ നിസ്കാരത്തിക്ക് വന്നിരുത്. ഫജർ നിസ്കരിച്ചിട്ട് അങ്ങ് യുദ്ധത്തിക്ക് വേണ്ടിട്ട് അവിടെ റെഡിയായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭം. ആ സന്ദർഭത്തില് ശത്രുമാർ എന്താക്കിയാറ് അബൂജഹല് ഉമൈർ ഇബ്നു വഹബിനെ ഇപ്പുറത്ത് കടത്തിട്ട് മുസ്ലിമീങ്ങളെത്തിൽ നോക്കിബാ അവിടെ എന്തിര നടന്നുല്ലേ അവിടുള്ള വിഷയം അറിഞ്ഞുബാ അങ്ങ് എന്തിര റെഡിയാക്കി ഉള്ളാറ് ഇതെല്ലാം നോക്കിബാ അങ്ങ് എത്ര ആളുള്ളാറ് ഇതെല്ലാം നോക്കി പറയുകയിട്ട് ഉമൈർ ഇബ്നു വഹബിനെ എന്താക്കിട്ട് അബൂജഹല് അപ്പുറത്ത് കടത്തി. അങ്ങനെ ഈ ഉമൈർ ഇബ്നു വഹബ് ജാസൂസായിട്ട് മെല്ലെ ബന്ത് എല്ലാം നിരീക്ഷിച്ച് നോക്കിയിട്ടെല്ലാം അറിഞ്ഞിട്ട് ഇപ്പുറത്ത് ശത്രുമാരൊട്ടിക്ക് ബന്ത് അബൂജഹലൊട്ടിക്ക് ബന്ത് ചൊന്ന അങ്ങ വലിയ ഒരു ഇതെന്തുമില്ല, അതായത് വലിയ ആയുധം അങ്ങനെ കയ്യിലില്ല. അതേപോലെ കൊറിയ വൺട്ട മാത്രമില്ലേ, 2 കുതിര മാത്രമില്ലേ, വലിയ യുദ്ധത്തിക്കൊന്നും റെഡിയായിട്ട് വന്നെങ്കൊന്നുമല്ല, 300 ചില്ലറ ആൾമാർ മാത്രമില്ലേ. മാത്രമാ അങ്ങനെ ധൈര്യം നോക്കുമ്പോൾ മനസ്സിലാവൂ അങ്ങ് മരിക്കും റെഡിയുള്ളാർ. അത്തരം ഭയങ്കര ധൈര്യത്തിലും ഭയങ്കര ഒരു ഇതിലായിട്ടിക്கிறாங்க ഉള്ളേ, ഭാരി ഒരു ഉന്മേഷത്തിലും എനർജിയിലുമായിട്ടിക്கிறாங்க ഉള്ളേ ചൊന്തു ഈ ഉമൈർ ഇബ്നു വഹബ് അബൂജഹൽ ചൊന്നപ്പ അബൂജഹൽ ചാമൈമൈ ചമ്മ പോതണ്ട അങ്ങനെ ചൊന്തെന്താക്ക അവന്റെ ഭയപത്ത് വാട്ടിയ. അപ്പ ഇത് ചൊന്നപ്പ ഈ ഹക്കീം ഇബ്നു ഹിസാം അങ്ങനെ കൂട്ടത്തില് ഒരു നേതാവായിത്തിന്ത അയാൾ ഹക്കീം ഇബ്നു ഹിസാമിക്ക് എന്തായിട്ട് പേടിയായിട്ട് ആ ഇയാളുടെ പൽക്ക് കേട്ടിട്ട് അബൂജഹൽ
അത്ര വലിയ വിഷയാക്കില്ലെങ്കും ഹക്കീം ഇബ്നു ഹിസാം വലിയൊരു വിഷയാക്കി തയ്യാർ. അയാൾ എന്താക്കിತ್ತು ഒത്തുബറ മുട്ട പോയിട്ട് ഉത്തുബത്തിബ്നു റബിയ ഉത്തുബത്തിബ്നു റബിയ നേതാവായിത്തിക്ക്. ഉത്തുബത്തിബ്നു റബിയക്ക് ഇഷ്ടില്ല ഈ യുദ്ധം ഇഷ്ടില്ല. അയാൾ ഫസ്റ്റിಗೆ എന്താക്കിರಿ യുദ്ധത്തിക്ക് പറത്താമ്പത്തി ചോദിച്ചു ನಾ ಬಂದಿಲ್ಲ ಅಂತ. ಅಪ್ಪ ಅಬೂಜಾಲ್ರೆ ಆ ಎರ್ದಲ್ಲ ಇಟ್ಟಿಕ್ರಿ ಉತ್ತುಬ ಬಂದ್ರೆ അങ്ങനെ ഒത്തുബത്തിബ്നു റബിയക്ക് ഇയാൾ പോയിട്ട് ഹക്കീം ഇബ്നു ഹിസാം പോയിട്ട് ചൊന്തു ഇങ്ങനെ വിഷയ ഞങ്ങൾ എന്ത് ഞങ്ങളൊട്ടിക്ക് യുദ്ധാക്കു പോണ്ടി ഞങ്ങളെ ആൾമാരല്ലേ. മാത്രല്ല ഹൽറമി അയ അങ്ങനെ വിഷയത്തിൽ നിങ്ങൾ ഏറ്റെടുക്കുകയില്ലേ. ഹൽറമി സംഭവം ഞങ്ങൾ ಇದಕ್ಕೆ മുന്നോൽ ചൊന്നറ എന്ത് ആ റജബ് തിങ്കളുടെ ലാസ്റ്റ് ടൈമില് സഹാബിരങ്ങ ഒരു കൗമരെ അറ്റാക്ക് ആക്കിയിട്ട് അതില് ഒരാളെ കൊന്ന സംഭവം ഞങ്ങൾ ಇದಕ್ಕೆ മുന്നോൽ ചൊന്നറ ചരിത്രത്തിൽ അല്ലെ. അതിൽ ആക്ഷേപിച്ചപ്പ മക്ക മുശ്രിക്മാർ തമസാക്കിയപ്പ അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങാക്കിയത് സമാചൊന്ത അള്ളാഹു എന്താക്കിയത് സഹാബിരങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. അപ്പൊ ഈ ആളെ കൊന്നതും ഇതിന് പകെ തീർക്കും ಇಂತ മുശ്രിക്രങ്ക്. അപ്പൊ അതേറ്റിക്ക് ഹക്കീം ഇബ്നു ഹിസാം ചൊല്ற ഒത്തുബറൊട്ടിക ഹല്ലറമിരെ കാര്യം നിങ്ങൾ ഏറ്റെടുക്കും ಅದಕ್ಕೆ പകെ തീർക്കുക ഇപ്പൊ ടൈം അല്ല ഞങ്ങൾ റിട്ടേൺ പോയി ചൊന്തു. അപ്പൊ ഒത്തുബ അയാൾക്ക് കൊസി എത്തി പൽക്കൊക്കെ എടുത്ത്. അപ്പൊ ഒത്തുബ ചൊല്ലു ಅವನೈತಿಕ್ರಿ ಎಲ್ಲ ಅಬೂಜಾಲ ಐತಿಕ್ರಿ ಎಲ್ಲ ಇದಾಕ್ಯವಲ್ಲಿ ಅವನೊಟ್ಟಿಗೆ ನೀವು ಪೈತ್ ಪಲ್ಕರಿಯೋ ನಾನು ಹಲ್ರ ಮೇರೆ ವಿಷಯ ನಾ ഏറ്റെടുക്കുകയില്ല. അബൂജാൽ ഇതിൽ നിന്ന് പെറു തിരിഞ്ഞിട്ടായി ഞങ്ങൾ പെറു പോയി മക്കത്തുക്ക് ഞങ്ങൾ റിട്ടേൺ പോയി ചൊന്തു എന്താക്കര് ഒത്തുബ ചൊല്ലു. അപ്പൊ ഹക്കീം ഇബ്നു ഹിസാം ചൊല്ലു അങ്ങനെ ഉണ്ടാ അബൂജാൽ റൊട്ടി ನಾ ಪಲ್ಕ ಬರ್ರೆ നിങ്ങൾ ಹಲ್ರ ಮೇರೆ ಕಾರ್ಯ നിങ്ങൾ ഏറ്റെടുക്കാറുണ്ടായെങ്കിൽ അബൂജാൽ റൊട്ടി ನಾ ಪಲ್ಕ ಬರ್ರೆ ചൊന്ത എന്താക്കര് ഹക്കീം ഇബ്നു ഹിസാം അബൂജാലರ മുട്ട പോണു. ഇവിടെ ഒത്തുബ എന്താക്കര് ഒത്തുബ മുശ്രിക്കുമാരെല്ലാം ഒട്ടിಗೆ ಹಾಕಿಟ್ಟು അങ്ങനെ കൗമരെಲ್ಲ ഒട്ടിಗೆ ಹಾಕಿಟ್ಟು അവിടെ ഒരു നസീഹത്താക്കര് നിങ്ങൾ ആരൊട്ടിಗೆ യുദ്ധ ആക്കി പോയിട്ടുള്ളി ഞങ്ങളെ ആൾമാറായിട്ടിക്கிறாங்க ഞങ്ങളൊട്ടിಗೆ ഞങ്ങൾ യുദ്ധ ആക്കണ അവിടെ കേൾക്കற ഒത്തുബ കേൾക്കറെ ഖതല ഇബ്നു അമ്മിഹി ഔ ഇബ്നു അഖീഹി ഔ റജുലുൻ മിൻ അശീറത്തിഹി ഞങ്ങളെ മുത്തവര മക്ക ഞങ്ങളെ അതെ കുഞ്ഞാബര മക്ക അതേപോലെ ഞങ്ങളെ ഫാമിലിരങ്ങ ഞങ്ങ പരസ്പരം ഒരേ ഗോത്രത്തങ്ങായിട്ട് ഞങ്ങൾ എന്ത് ഞങ്ങളെ കൊല്ലണു ഞങ്ങൾക്ക് റിട്ടേൺ പോകും തീർലേ ചൊന്ത അവിടെ എന്താക്കര് ഒത്തുബ അവിടുള്ള ആൾമാരൊട്ടിಗೆ ചൊല്ലു അവിടെ നസീഹത്താക്കർ ഒരു വണ്ടര മേൽ തെച്ചിട്ടൈത്തിക്കര് ഇതിങ്ങനെ നസീഹത്താക്കർ. ഇത് ദൂരത്തില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയോണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതിങ്ങനെ ദൂരത്തിൽ നോക്കിയോണ്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നോക്കിയിട്ട് ഒരു പൽക്ക ചൊല്ലു എന്ത് ഈ യകു ഫി അഹദിൻ മിനൽ ഖൗമി ഖൈർ ഫഇൻദ സാഹിബ് ഹാദൽ ജമലിൽ അഹ്മർ. അങ്ങനെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഖൈറുണ്ടായെങ്കിൽ ആ വണ്ടൽ ഇതെ ചാല് അവന്റെ ഇലൈത്തിക്കർ ഖൈറുല്ലേന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹീര മുഖാന്തര അയാൾ എന്തിനെ ചൊന്നുല്ലേ ചൊന്തു കിട്ടിത്തിക്കു വഹി കിട്ടിത്തിക്കു അങ്ങനെ ഇത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലറെ ആ വണ്ടൽ മേൽ തെച്ചിട്ട് ഓർത്തു പൽക്ക പറഞ്ഞുള്ളല്ലേ അങ്ങനെ കയ്യിൽ ഖൈറുണ്ടായെങ്കിൽ അങ്ങനെ കൂട്ടത്തിൽ ആരെ ഒരാളുടെ കയ്യിൽ ഖൈറുണ്ടായെങ്കിൽ അവന്റെ കയ്യിലെത്തിക്കർ ഖൈറുല്ലേന്ന്. അപ്പൊ ഇത് ചൊന്നപ്പോ ഹംസ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹു കേൾക്കറ ആ വണ്ടൽ ഇതെ ചാൽ ആറ്. അപ്പൊ അലി റളിയല്ലാഹു അൻഹു ചൊല്ല അത് ഉത്ബത്തിബ്നു അത് ഉത്ബത്തിബ്നു റബിയ വഹു ഉത്ബ അത് ഉത്ബൈത്തിക്കർ വഹു യൻഹാ അനിൽ ഖിതാലി വയഅ്മുറു ബിർറുജൂ അയാൾ യുദ്ധത്തിൽ നിന്ന് ആൾമാരെ തടഞ്ഞുല്ലേ അതേപോലെ ആൾമാരുടെ പിറവു തിരിഞ്ഞു പോകു ചൊന്നുല്ലേ ചൊന്ത അലി റളിയല്ലാഹു അൻഹു ചൊല്ലു. അപ്പൊ എങ്ങനെ ഇതൈത്തിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ അങ്ങനെ കൂട്ടത്തിൽ ഒരാളുടെ കയ്യിൽ ഖൈറുണ്ടായത് ഉത്ബത്തൊട്ടിಗೆ ഉണ്ട്. മാത്രം ഉത്ബ എന്താ ഒരു ബദർ യുദ്ധത്തില് അയാൾ പാർട്ടിസിപ്പേറ്റ് ആക്കിയിട്ട് ലാസ്റ്റ് എന്താ അതില് മറിച്ചു പോകണ്ടു ചൊല്ലത് ഞങ്ങൾക്ക് ചരിത്രത്തിൽ കാണാൻ സാധ്യവർ ഒന്നായിട്ടിക്ക്. അങ്ങനെ കൂടെ ഹക്കീം ഇബ്നു ഹിസാം അബൂജാലിന്റെ പൽക്കവരെ പണ്ട് അത് ഞങ്ങൾ ഇപ്പൊ ചൊന്ന. അപ്പൊ അബൂജാലിന്റെ ಬಂತು ചൊല്ലു ഹക്കീം ഇബ്നു ഹിസാം ഞങ്ങൾ പെറു പോയെങ്കിൽ ഉത്തുബ സമയത്ത് ചൊന്നുകൊണ്ട് ഞങ്ങൾ പെറു പോയി ഞങ്ങളൊട്ടിക്ക് യുദ്ധാക്കര വേണ്ടാണ്ട്. അപ്പ അബൂജാലിക്ക് അർസവുണ്ട്. അബൂജാൽ അർസത്തിൽ അവിടെ ചൊല്ലു കല്ല ഇല്ല വല്ലാഹി ലാ നർജു ഹത്താ യഹ്കുമ അല്ലാഹു ബൈനനാ വബൈന മുഹമ്മദ് മുഹമ്മദും ഞങ്ങളുടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിധി ഉണ്ടാക്കിയോടുത്തോളൂ ഞങ്ങൾ അതിന് പിറവ് തിരിഞ്ഞു പോകേണ്ട വിഷയമേ ഇല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തീരുമാനം ആക്രേ അതായത് ഞങ്ങൾ യുദ്ധാക്രമീൻ ഞങ്ങൾ ഓർക്കും പിറവ് തിരിഞ്ഞു പോകണ്ടില്ല. അങ്ങനെ എത്തിക്കറ അബൂജാലിന്റെ അട്ടത്തിലെത്തിക്കറ പിന്നെ അങ്ങ് പിറവ് തിരിയാണ്ടെ പോയി ചൊല്ലത് എത്തിക്കറ ഞങ്ങൾക്ക് മനസ്സിലാക്കുക സാധ്യമാണ്. അങ്ങനെ അപ്പൊ ഇതിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്ന എന്താ വെച്ചെങ്കിൽ മക്ക മുശ്രിക്കുമാരെല്ലാവരും ഭിന്നാഭിപ്രായം തിന്നാറ് എല്ലാവരും ഒരേ അഭിപ്രായം അല്ല. കുറെ ആൾമാർ യുദ്ധത്തിൽ നിന്ന് പിറവ് തിരിഞ്ഞു പോണു ചൊല്ലറേ കുറെ ആൾമാർ യുദ്ധ ആക്കാൻ ചൊല്ലറേ ഇങ്ങനെ വ്യത്യസ്തമായ ഭിന്നമായ അഭിപ്രായം അങ്ങെല്ലാവരും ഒട്ടിക്കിന്നിരെങ്കും അങ്ങനെ മനസ്സ് ಬೇರೆ ಬೇರೆ ഇട്ടിണ്ട്. മാത്രം ഇവിടെ മുസ്ലിമിങ് അങ്ങനല്ല അങ്ങ ഒട്ടിಗೆ ഇക്കറൊട്ടികം അങ്ങനെ മനസ്സും ഒട്ടികിന്നി അങ്ങൊരു നേതാവുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിച്ചിട്ട് ഇത്തിക്കറങ്ങ
ಒಟ್ಟಿಗೆ ನಿನ್ರಿ. ಅದು ಗೈತಿಕ್ರ ಅಲ್ಲಾಹು ಸುಬ್ಹಾನಹು ವ ತಆಲ ಪ್ರತ್ಯೇಕಮಾയിട്ട് ಮುಸ್ಲಿಮೀങ്ങളുടെ ಉಪದೇಶಾಕ್ರೆ. സൂറത്ത് അൻഫാൽ അല്ലാഹു ചൊല്ലുന്നത് ಅಂದ್ರೆ വഅതിഉല്ലാഹ വറസൂലഹു, നിങ്ങൾ അല്ലാഹുവിനെ അനുസരിക്കൂ, അവന്റെ റസൂലിനെ അനുസരിക്കൂ. വലാ തനാസഉ, നിങ്ങൾ പരസ്പര ഭിന്നിക്കണ്ട, നിങ്ങൾ ಬೇರೆ ಬೇರೆ ആയിട്ട് പോവണ്ട. ഫതഫ്ശലു, അങ്ങനെ ഉണ്ടായി നിങ്ങൾ പേടിച്ചു പോവാർ അല്ലേ. ഭിന്നിച്ച മനസ്സ് ഭിന്നിച്ചെങ്കിൽ എന്താവും, നിങ്ങൾ പേടിച്ചു പോവാർ. അതേപോലെ വതദ്ഹബ റീഹുക്കും, നിങ്ങളെ കാത്തുപോയി പോകും. അല്ലാഹു ചൊല്ലുന്നത് നിങ്ങളെ കാത്തുപോയി ചൊല്ലി, നിങ്ങൾ എന്തുമില്ല, നിങ്ങൾ ഉന്മേഷം ഇല്ലാത്തങ്ങ, നിങ്ങൾ എനർജി ഇല്ലാത്തങ്ങ ആയി പോണ്ടാർ. അങ്ങനെ ഇസബിൽ നിങ്ങൾ ഗട്ടി ഒട്ടിಗೆ നിക്കറു. വസ്ബിറു, നിങ്ങൾ സബറാക്കി നിക്കറു. ഇന്നല്ലാഹ മഅ സ്സാബിരീൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല സബർ എടുക്കുന്നവരുടെ കൂട്ടത്തിലുള്ള ചൊന്തേ തിക്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് ഉപദേശാക്ക. ഇത് ബദ്ർ യുദ്ധത്തിലിಂತಲೇ മുസ്ലിമീങ്ങൾ ആ ഒരു ഉമ്മത്ത, മുസ്ലിമീങ്ങൾ ആ ഒരു ഫോളോ ആക്കരുത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കരുത്. ബദ്ർ യുദ്ധത്തിൽ അങ്ങ് കാട്ടിയ സബലൈ തിക്റ് അല്ലാഹു ബദ്ർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് എന്താക്കിയ വിജയം കൊടുത്ത്. മാത്ര ഉഹുദ് യുദ്ധത്തിൽ അതെന്തായിട്ട് പരാജയപ്പെട്ടു പോയിട്ട് അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അനുസരിക്കറവിടെ പെറുജാറിനാറ്. അങ്ങനെ തിക്റ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉഹുദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയ കൊടുത്ത്. അപ്പൊ എപ്പം ഞങ്ങൾ മനസ്സിലാക്കൂല്ല എന്ന് വെച്ചെങ്കിൽ, എപ്പ തൗഹീദുള്ളങ്ങ ഒട്ടിಗಾയിട്ട് നിക്കറാറാം, എപ്പ തൗഹീദുള്ളങ്ങ എല്ലാത്തും ഒട്ടിಗಾയിട്ടും മനസ്സ് ಬೇರೆ ಬೇರೆ ആവണ്ടെ, നഞ്ചു നറുക്ക് കാട്ടാണ്ടെ, ഏതേ ഒരു പക്ഷപാതിത്വത്തിന് നിക്കാണ്ടെ, അല്ലാഹുവിന്റെ ദീനിൽ ഗട്ടി നിക്കറാർ അത്രത്തോളം നമുക്ക് വിജയമുണ്ട് ചൊല്ലുന്ന വിഷയത്തിക്കറ്. ഇതിലെല്ലാം നമുക്ക് മനസ്സിലാക്കുക സാധ്യവും. അങ്ങനെ ജണ്ടാല് പരസ്പരം എന്താ പറയുക, റമളാൻ തിങ്കൾ രണ്ട് പൂണികൾ രണ്ട് പരസ്പരം മുഖാമുഖി അവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിരങ്ങളെ സൈന്യത്തെ എല്ലാം റെഡിയാക്കി നിപ്പാട്ടിട്ട്, മുഹാജിർമാർ ഒരു ഭാഗത്ത്, മുഹാജിർമാർ ലീഡറായിട്ട് അലി റളിയല്ലാഹു അൻഹുരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെലക്ട് ആക്കി, അൻസാറുമാർ ഒരു ഭാഗത്ത്, അൻസാറുമാർ ലീഡറായിട്ട് സഅദ് റളിയല്ലാഹു അൻഹുരെ സെലക്ട് ആക്കി. ഇങ്ങനെല്ലാവരും ഒരു ലീഡറായിട്ട് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫ്ലാഗ് കൊടുത്തു അല്ലേ. ഫ്ലാഗ് പിടിക്കരുത്, യുദ്ധത്തെ അണ്ടത്തെ ഒരു എന്തൈത്തിന്ത്, ഒരു ഇതൈത്തിന്ത്, അണ്ടത്തെ ഒരു കൾച്ചർ ಐತಿಂತ, ഫ്ലാഗ് ഇങ്ങനെ പിടിക്കരുത്. എന്തുകത് യുദ്ധം നടന്നതിൽ പിന്നെ എല്ലാവരും അപ്പറിപ്പറല്ല ഓടിട്ടാൽ പിന്നെ ആ ഫ്ലാഗ് നോക്കിട്ടൈത്തിക്കു എന്താക്കണായി ആ ജാഗെ ഞങ്ങളെങ്ങ എവിടുള്ളാറ് ചൊന്ത ആ ഫ്ലാഗ് നോക്കിട്ടൈത്തിക്കറ് എന്താക്കണായി ആ ജാഗെಗೆ ಬರ್ನಾയി. അപ്പൊ അത് കൈത്തി ഫ്ലാഗ് പിടിക്കറങ്ങ ഭയങ്കര വലിയ ജിമ്മിദാരി അങ്ങ് ഒർക്കും ഫ്ലാഗ് വിട്ടുകൊടുക്കോത്തീര, അങ്ങ് ഒർക്കും ഫ്ലാഗ് കീഴിൽ പാട്ടോത്തീര. അതുകല്ലേ മുഅത്ത യുദ്ധത്തിൽ ജാഫർ റളിയല്ലാഹു അൻഹു അയാളുടെ കയ്യിൽ ഫ്ലാഗ് ഇന്നപ്പ അയാളുടെ കൈ കൊത്തിയാർ, അയാൾ പെനൊരു കയ്യിൽ പിടിച്ചിട്ട് ഫ്ലാഗ് ഇങ്ങനെ പിടിച്ചു വൈത്തിട്ട് ആ കൈയും കൊത്തിയാർ. അങ്ങനെ രണ്ട് കൈയും ഉള്ളെതിരെ വെച്ചിട്ട് അയാൾ നെഞ്ഞിക ഇങ്ങനെ ഒത്തി പിടിച്ചിട്ട് അതിൽ പിന്നെ ഓരോ കൊത്തിലും അയാൾ പിന്നെ കീഴ് പോന്നപ്പ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ആ ഫ്ലാഗ് എടുത്ത് വൈത്തിയത് നമുക്ക് മുഅത്ത യുദ്ധത്തിൽ കാണാൻ സാധ്യം. അപ്പൊ ഈ ഫ്ലാഗ് പിടിக்கிறങ്ങ അത് ഭയങ്കര വലിയ ജിമ്മിദാരി ഞങ്ങൾ എത്തിക്കറ. ആ ഫ്ലാഗിന്റെ ജിമ്മിദാരി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തേ ബദർ യുദ്ധത്തിൽ മിസ്അബ് റളിയല്ലാഹു അൻഹുടെ കയ്യിൽ എത്തിക്കറ്. എന്തൊക്കെ മിസ്അബ് റളിയല്ലാഹു അൻഹുടെ സെലക്ട് ആക്കുക ഒരു പ്രത്യേക കാരണമുണ്ട്. എന്തേ മുഹാജിർമാരും അൻസാർമാരും ഒരേപോലെ അരിത് ഒരാളെ എത്തിക്കറ് മിസ്അബ് റളിയല്ലാഹു. കാരണം എന്തേ ഫസ്റ്റ് ഹിജ്റ പണ്ടേക്കെല്ലാം മുന്നോളു മദീനത്തില് ദീനു പഠിപ്പാട്ടൊക്കെ കടത്തിരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിസ്അബ് റളിയല്ലാഹു അൻഹുടെ എത്തിക്കറ്. അൻസാറുമാർ യാറത്തങ്ങ ഇസ്ലാമുക്ക് പറവില്ല, കാരണം അത് മിസ്അബ് റളിയല്ലാഹു അൻഹു എത്തിക്കറ്. അങ്ങനെ എത്തിക്കറ് മിസ്അബ് റളിയല്ലാഹു അൻഹുടെ കയ്യിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഫ്ലാഗ് കൊടുക്കറ്. അങ്ങനെ എല്ലാരും നിപ്പാട്ടിട്ടതിൽ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബിരങ്ങളൊട്ടിಗೆ ഒരു പൽക്ക ചൊല്ലರು. ಎಂದ್ರೆ കൊറിയാൾമാരെ നിങ്ങ ബദ്ർ യുദ്ധത്തിൽ കൊല്ലുകുത്തീര, ശത്രുമാരിൽ നിന്ന് കൊറിയാൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പേരെടുത്തിട്ട് ചൊല്ലರು, ഇന്നിന്നാലെ നിങ്ങൾ കൊല്ലുത്തീര. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലി ഇന്നി ഖദ് അറഫ്തു അന്ന റിജാലൻ മിൻ ബനി ഹാഷിം വഗൈരി ഖദ് ഖറജു കുർഹ. നക്ക് പിടിയുണ്ട് ബനു ഹാഷിമിൽപ്പെട്ട കുറെ ആൾമാര്, അതല്ലാത്ത ഗോത്രത്തിൽപ്പെട്ട കുറെ ആൾമാര് അങ്ങ് ഞങ്ങളൊട്ടിಗೆ യുദ്ധാക്കുക ಬಂದರೆ അങ്ങ ഫോഴ്സ്ഫുള്ളി ആയിട്ടിക്കറ്. ഞങ്ങളൊട്ടിಗೆ ഫോഴ്സ്ഫുള്ളി അങ്ങ് ഇഷ്ടില്ല, അങ്ങ് ഫോഴ്സ്ഫുള്ളി ആയിട്ട് എത്തിക്കറ് ಬಂದರೆ അങ്ങനെ ലാ ഹാജത ലഹും ബിഖിതാലിന, അങ്ങ് ഞങ്ങളൊട്ടിಗೆ യുദ്ധാക്കുക ഉദ്ദേശിക്കാത്തങ്ങ. അങ്ങനെ സബലു ഫമൻ ലഖിയ മിൻകും അഹദൻ മിൻ ബനി ഹാഷിം ഫലാ യഖ്തുലുഹു, ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് ആരെങ്കിലും നിങ്ങ യുദ്ധ രണാങ്കണത്തിൽ കണ്ടാറുണ്ടായെങ്കിൽ അങ്ങനെ നിങ്ങൾ കൊല്ലണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികൾ ചൊല്ലറ്. നോക്കൊരു ഇസ്ലാം യുദ്ധ കൊതിച്ച ഒരു ദീനേ അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധ ആഗ്രഹിച്ച ഒരാളെ അല്ല. ശത്രുമാരെല്ലാവരും കൊല്ലണം ചൊന്ന് ആഗ്രഹിച്ച ഒരാളെ അല്ല. ഇന്റെ എന്താക്കിയുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യുദ്ധ കൊതിയായിട്ടും അതേപോലെ ആൾമാരെ കൊല്ലുറ ഒരാളായിട്ട് എന്താക്കി ചിത്രീകരിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുമാരൊട്ടിಗೆ സുബ്ഹാനല്ലാഹ് ശത്രുമാർ എതിർലുള്ളാർ അങ്ങനെ കുറെ ആൾമാരെ നിങ്ങൾ കൊല്ലണ്ടാണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
സഹാബികളോട് ചൊല്ലു, ബനു ഹാഷിം കുടുംബത്തിൽ നിന്ന് നിങ്ങ ആരെ കണ്ടും നിങ്ങ കൊല്ലണ്ട, കാരണം അങ്ങ് ഫോഴ്സ്ഫുള്ളി ഏറ്റിക്കർ ബന്നറി. അതേപോലെ വമൻ ലഖിയ അബുൽ ബുഖ്തരി ഫലാ യഖ്തുലുഹു, അബുൽ ബുഖ്തറിനെ നിങ്ങൾ കണ്ടുമുട്ടിയിട്ടെങ്കിൽ അയാളുടെ നിങ്ങൾ കൊല്ലണ്ട. വമൻ ലഖിയ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൂത്താബ അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ അയാൾ ഇസ്ലാം സ്വീകരിക്കും, അയാളിനെ നിങ്ങൾ കണ്ടുമുട്ടെങ്കിൽ ഫലാ യഖ്തുലുഹു, അയാളുടെ നിങ്ങൾ കൊല്ലണ്ടാണ്ട് ഏറ്റിക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലു. അല്ലേ, അബുൽ ബുഖ്തറിനെ കൊല്ലണ്ടാണ്ട് പ്രത്യേകമായി ചൊല്ലു. കാരണം എന്തിന്? അബുൽ ബുഖ്തരി സാധാരണ ബാക്കിന്ന് ശത്രുമാരുടെ പോലെ ഒരാളല്ല. മക്കത്തിലേക്കുമ്പത്തുക്ക് ഒർക്കും നബിരമാ സഹാബിരങ്ങളോ ഉപദ്രാക്കാത്ത ഒരാള്. ഒരു ബെർലിൽ സമയത്ത് അയാൾ തൊട്ടിട്ടിക്കാല, ഒരു ഉപദ്ര സമയത്ത് ആക്കിട്ടിക്കാല, ഉപദ്ര ആക്കിട്ടില്ലാണ്ട് മാത്രല്ല സഹാബിരങ്ങൾക്ക് ഹെൽപ്പ് ആക്കിയ ഒരാളായിട്ടിക്കർ അബുൽ ബുഖ്തരി. 3 വർഷം ഷാബബി തോലിബ് ഗുഡ്ഡല്, അതെ, എല്ലാരും ബഹിഷ്കരിച്ചപ്പ അവിടേക്ക് ഫുഡ് എത്തുപാട്ടി കൊടുത്തു ഇന്ന ആളായിട്ടിക്കർ ഈ അബുൽ ബുഖ്തരി. അത് കഴിഞ്ഞിക്കർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബുൽ ബുഖ്തരിനെ കണ്ടെങ്കിൽ നിങ്ങൾ കൊല്ലണ്ടാണ്ട് പ്രത്യേകമായിട്ട് ചൊന്നരെ. മാത്രം അബുൽ ബുഖ്തരി ബദ്ർ യുദ്ധത്തില് അയാളുടെ സഹാബിരങ്ങ് കൊന്നാറ്. അതൊക്കെ ഒരു കാരണമുണ്ട്. അബുൽ ബുഖ്തരിനെ കണ്ടപ്പോ സഹാബിരങ്ങ് ചൊന്നാറ്, നിങ്ങളെ ഞങ്ങൾ കൊല്ലില്ല, നിങ്ങളെ കൊല്ലണ്ടാണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊന്നു, നിങ്ങൾ അപ്പുറം പോറും. അപ്പൊ അബുൽ ബുഖ്തരി ചൊന്തു, നന്റെ ചങ്ങായിമാരല്ല മരിക്കുമ്പോ, നന്റെ ചങ്ങായിമാരല്ല അങ്ങ് യുദ്ധത്തിൽ മരിച്ചു കിടക്കുമ്പോ നാണ് മരിക്കാണ്ട് രക്ഷപ്പെട്ടു പോണ്ടവ, അത് സാധ്യമില്ല, നന്റെ നിങ്ങൾ യുദ്ധാക്കൂറുണ്ടേക്ക് അബുൽ ബുഖ്തരി ചൊന്നി. അങ്ങനെ ഹട്ടത്തില് അയാൾ യുദ്ധത്തിൽ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് പിന്നെ ഗത്യന്തരം ഇല്ലാണ്ടെ സഹാബിരങ്ങൾക്ക് എന്താക്കണായിട്ട് വന്ന് അബുൽ ബുഖ്തരെ കൊല്ലണായിട്ട് വന്നു. അങ്ങനെ അബുൽ ബുഖ്തരെ ബദ്ർ യുദ്ധത്തിൽ കൊന്നാർ. അബ്ബാസ് റളിയല്ലാഹു കൊന്നില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്താക്കിയിട്ടില്ല, അയാള് ഫോഴ്സ്ഫുള്ളി ആയിട്ട് വന്ന ഒരാളായിട്ടേക്ക്. അങ്ങനെ കുറെ ആൾമാരുടെ സഹാബിരങ്ങ് എന്താക്കിയിട്ടില്ല, ബദ്ർ യുദ്ധത്തിൽ കൊന്നിട്ടില്ല. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബദ്ർ യുദ്ധം സ്റ്റാർട്ട് ആവുന്നേക്ക് മുന്നലേ സഹാബിരങ്ങളുടെ ചൊന്തു, ഇന്നിന്നാലെ നിങ്ങൾ എന്താക്കു തീറ കൊല്ലുകു തീറ ചൊന്തു, പ്രത്യേകമായിട്ട് ചൊന്തു. അതിൽ പിന്നെ എത്തിക്കറ് അവിടെ യുദ്ധ സ്റ്റാർട്ട് ആവും. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ജീവന ചരിത്രത്തെ കൃത്യമായിട്ട് പഠിക്കുകയും അതനുസരിച്ച് അതിൽ കിട്ടുന്ന പാഠത്തെ ഉൾക്കൊള്ളുകയും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.